വല്ലാത്തൊരു മൂഡിലായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ സാർ. സോറി സാർ, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ സാറിന്റെ ബ്രദർ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്ന തൂണിൽ ആരോ കെട്ടിയിട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അക്കൂട്ടത്തിലൊരാളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന മറ്റാരെങ്കിലും ആയിരിക്കാം സാറിന്റെ ബ്രദറിന്റെ കൊലയാളി. കുറച്ചുപേർ കത്തിക്കുത്തേറ്റും കുറച്ചുപേർ ബോൺസ് തകർന്നുമാണ് മരിച്ചത്. സാറിന്റെ ബ്രദറിന്റെ കാര്യത്തിൽ ചെവിന്നും വായുന്നുമുണ്ടായ ഓവർ ബ്ലീഡിംഗ് ആണ് മരണത്തിന് കാരണമായത്. കമന്ററി പറയാൻ നിനക്കൊക്കെ എന്തിനാടാ ശമ്പളം? സർ, എനിക്ക് വേണ്ടത് എന്റെ അനിയന്റെ മരണത്തിന്റെ റിപ്പോർട്ടല്ല. അവനെ കൊന്നത് ആരായാലും എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. അവനെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം. പിടിക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് എളുപ്പമാ. ഇതെന്താ വല്ല കോഴിയോ താറാവാണോ? പറഞ്ഞോണ്ട് ഓടിച്ചെന്നങ്ങ് പിടിക്കാൻ. ഇപ്പൊ എന്റെ കയ്യിൽ ഫോണിലേക്ക് ഒരു ഇൻകമിംഗ് കോൾ എപ്പോ വരും, ആര് വിളിക്കുമെന്നൊക്കെ മുൻകൂട്ടി പറയാൻ പറ്റുമോ? അതെങ്ങനെ പറയാൻ പറ്റും സാർ? ഫോൺ വന്നല്ലേ അറിയൂ. അതുപോലെ തന്നെയാ ഇവനൊക്കെ കൊന്നു വെച്ചിട്ടില്ലേ പോലീസിന് വിവരം കിട്ടും. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാ എല്ലാ ബോഡിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ്. ആ കൊലയാളി അത്ര നിസ്സാരക്കാരനല്ല. ഒരു 25 വയസ്സുള്ള യങ് മാനായിരുന്നു. അവന്റെ അടി കൊണ്ടിട്ടുള്ള എല്ലാ ബോഡികളുടെയും ബോൺസ് മുഴുവൻ ക്രാഷ് ആയിട്ടുണ്ട്. മാത്രമല്ല സ്കൾസും. ഇത്രയും കൂടി ജനങ്ങൾക്കിടയിൽ നിന്ന് 25 വയസ്സുള്ള പവർഫുൾ ആയ ചെറുപ്പക്കാരന് ഈ നിസ്സാര തെളിവ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാന്? സോറി, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവൻ ഏത് സ്റ്റേറ്റിലാണെങ്കിലും അവൻ ഏത് സ്ട്രീറ്റിൽ വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എവിടെ വിളിച്ചാലും ഞാൻ സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.